ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്താ ഇപ്പോൾ മൂന്നാറിലാണ് കേട്ടോ. മൂന്നാറിലല്ല, രാജാക്കാട് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ഞാനിവിടെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. വളരെ പ്രകൃതി മനോഹരമായ സ്ഥലം. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിന് മുൻപ് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. കൂടുതലൊന്നും സംസാരിക്കാനൊന്നുമില്ല, കാണാനുള്ള കാഴ്ചകളാണ്. വീഡിയോ മുഴുവൻ കാണാൻ മറക്കണ്ട കേട്ടോ. അതിലൊരു സർപ്രൈസ് ഉണ്ട്. ആദ്യം തന്നെ ഒരു ലൈക്ക് ഇട്ടോളൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. യാത്രാക്ഷീണമുള്ളതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പുറത്തൊന്നും പോകുന്നില്ല എന്ന് വിചാരിച്ചു. കുറേ ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരും ഞങ്ങളെപ്പോലെ ഇന്ന് പുറത്ത് പോകാതെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്ത് വന്നിരിക്കുന്ന ടൂറിസ്റ്റുകളിലെ തണുപ്പകറ്റാൻ വേണ്ടിയുള്ള ചായ ഉണ്ടാക്കുകയാണ് ഇവർ. അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെട്ടാലോ. കാലത്തില്ല, ഈവനിങ് മാത്രം ചായക്കട തട്ടുകട. ഇവിടെ ഇവരൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ. രാഗമയ ചായക്കട ആൾക്കാരാണ് ഇവർ. ഒന്ന് പരിചയപ്പെടുന്നതുകൊണ്ട് വിരോധമുണ്ടോ? എന്താ പേര്? ജിഷ്ണു. ഓ, ഇയാളോ? ഫവാസും ജിഷ്ണു. ചായ അടിക്കാൻ വല്ല പ്രത്യേകതയുണ്ടോ? ഇങ്ങനെ ആക്കിയിട്ടൊക്കെ അടിക്കണതാണ് ചിലർ. അങ്ങനത്തെ വല്ല ഇതൊക്കെ അറിയോ? ട്രിക്ക് അറിയോ? എന്നാലും ഒന്ന് കാണിച്ചു തരൂ, എങ്ങനെ ചായ വീശാന്ന്. ജിഷ്ണു ചായ വീശണം കണ്ടോളൂട്ടോ നിങ്ങള്. നമ്മുടെ ഈ മലയാളികളുടെ ചായ വീശിയടിക്കുന്നതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അല്ല, ചിലർ ഇങ്ങനെ വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെ അടിക്കുന്നതാണ്. ദുബായിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടേ. അപ്പം ഇതാണ് ഇവിടുത്തെ ചുറ്റുവട്ടങ്ങൾ. ഇതാണ് ഞങ്ങൾ വന്ന വഴി. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നീന്താന്ന് വിചാരിച്ചു. സൂക്ഷിച്ചിറങ്ങ്. തണുപ്പുണ്ട് വെള്ളത്തിന്. സുഖം. ചെറിയ ഇതാണ് ട്രാവൽ കുറച്ച്. സൂക്ഷിച്ചിറങ്ങട്ടോ. വെള്ളം അങ്ങനെ ക്ലോറിൻ സ്മെല്ലുണ്ടോ? അയ്യോ, ക്ലോറിൻ ആണെങ്കിലേ ഇറങ്ങിക്കോളാം. പിന്നെ ക്ലോറിനാണ്. നമുക്ക് കഴിക്കാം. അത് കഴിഞ്ഞ് അവിടെ പോയി കുളിക്കാം. എന്തുണ്ട്? കുറച്ച് വെള്ളം അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഡീപ്പാണ്. സൂക്ഷിച്ച് അങ്ങോട്ട് പോയാൽ മതിട്ടാ. അതെ പോണു. ഇനി ഫ്ലോട്ടിങ് കണ്ടായിരുന്നു എനിക്ക്. ആൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കും ഇവിടെ. ഫ്ലോട്ട് ചെയ്ത് കിടക്കും. കണ്ടോ, അവിടെ കിടക്കുവാള്.
മതിയാ അങ്ങനെ നീന്തലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. വീണ്ടും ഒരു കുളിയൊക്കെ പാസ്സാക്കി. ഇത് അവിടുത്തെ റിസപ്ഷനാണ് കേട്ടോ. റിസപ്ഷനും ഡൈനിങ് ഹാളൊക്കെ വേറൊരു ബിൽഡിങ്ങിലാണ്. അത് സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് വേണം. സ്റ്റെപ്പല്ല, സ്ലോപ്പ്. ഞാൻ തട്ടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ സ്ലോപ്പ് ഇറങ്ങി വന്നിട്ട് വേണം ഇവിടേക്ക് വരാൻ. അപ്പോൾ റിസപ്ഷനിലത്തെയും ഡൈനിങ് റൂമിലത്തെയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഡൈനിങ് ഹാളത്തെയൊക്കെ ഡെക്കറേഷനാണ് ഈ കാണുന്നത്. മുകളിൽ എന്തൊക്കെയുണ്ട്, ജിമ്മൊക്കെയാണെന്ന് തോന്നുന്നു. ഞങ്ങളവിടേക്കൊന്നും പോയില്ല. അപ്പം അങ്ങനെ രാത്രിയായി. ഇടുക്കിയിലെ ആദ്യ രാത്രി. നാളെ കാലത്ത് മൂന്നാറിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ആ വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, നിങ്ങളുടെ അമ്മു പിയങ്കോങ്ങാട്ടി.